ദൈവത്തോട് എനിക്ക് ഒരു പരാതിയുണ്ട്. ചോദിച്ചതിൽ പലതും ഇതുവരെ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞേ, ചോദിച്ചതൊക്കെ കിട്ടിയില്ലായിരിക്കാം, പക്ഷെ നിനക്ക് നന്മയായത് തരാൻ മറന്നിട്ടില്ല ഞാൻ. എനിക്കുമുണ്ട് ഒരു പരാതി. ആവശ്യങ്ങൾ പറഞ്ഞു പോയതല്ലാതെ പ്രിയപ്പെട്ട ഒരാളെ കാണാനെന്ന പോലെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല നീ ഒരിക്കലും. ദൈവം അത് പറഞ്ഞപ്പോൾ ആ സ്വരം നനഞ്ഞിരുന്നു. മനുഷ്യരെക്കുറിച്ചുള്ള പ്രഭാഷണം ഇങ്ങനെയാണ് തുടങ്ങിയത്. പലതരം മനുഷ്യർ നമ്മുടെ ജീവിതത്തിലുണ്ട്. നന്നായി അറിയാവുന്ന പ്രിയപ്പെട്ടവർ, കുറച്ചു മാത്രം അറിയാവുന്ന പരിചയക്കാർ, കണ്ടുമറന്ന അപരിചിതർ. അപ്പോൾ ദൈവം ചോദിക്കുന്നത് കേട്ടു, ഇതിൽ ഏതു കൂട്ടത്തിലാണ് ഞാൻ? ഉത്തരമറിയാത്തൊരു ചോദ്യം ഉള്ളിലിരുന്ന് വിങ്ങി. ദൈവമേ, നീ എനിക്ക് ആരാണ്? ഒരാളുടെ ഉള്ളിൽ ദൈവം നിറയുന്ന ശരിയായ നേരം കൃതജ്ഞതയുണരുമ്പോഴാണ്. നന്ദി ഒരു വിരലാണ്. ദൈവത്തെ തൊടാൻ പറ്റും വിധം വിശുദ്ധമായ ഒരു വിരൽ. ദൈവത്തോട് നമുക്കത്ര അടുക്കാൻ കഴിയാത്തതിന് കാരണം വിശ്വാസക്കുറവൊന്നുമല്ല, നന്ദിബോധമില്ലായ്മയാണ്. ദൈവത്തെയും ജീവിതത്തെയും സ്നേഹിക്കാനുള്ള എളുതായ വഴി എല്ലാത്തിനും നന്ദി പറഞ്ഞ് ശീലിക്കലാണ്. പ്രത്യാശയുടെ വെളിച്ചം നിറച്ച ഒരു പദമാണ് ദൈവം. പ്രാർത്ഥിച്ചതെല്ലാം കിട്ടുമെന്നാരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ജീവിതം ഇരുളടഞ്ഞു പോകുമ്പോഴും ഇനി ഒന്നിനും വയ്യ എന്ന് മടുക്കുമ്പോഴും ബാക്കിയാവുന്ന ഒരു അതിശയത്തിൻ്റെ പേരാണത്. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് അതിശയമല്ല, അതിശയത്തെ പ്രതീക്ഷിക്കാനുള്ള ബലമാണ്. അത് പകരാൻ ദൈവം പോലെ ആഴമുള്ള മറ്റൊരു വാക്ക് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ജീവിച്ചിരിക്കാൻ ആ പദം വേണം. ഒരു കാര്യം ചോദിക്കട്ടെ, ദൈവം അകത്താണോ പുറത്താണോ? പുറത്താണെങ്കിൽ, ദൂരെയാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കെ പറയേണ്ടി വരും കേൾപ്പിക്കാൻ. ഇനി അകത്താണെങ്കിലോ ഒന്നുമേ പറയേണ്ടതില്ല. അപ്പോൾ കൂടെയുണ്ട് എന്ന അറിവിൽ നിറഞ്ഞിരിക്കുന്നതാവും പ്രാർത്ഥന. പക്ഷേ ദൈവം അകത്താണെന്ന് പറഞ്ഞിട്ട് പുറത്തുള്ളതുപോലെ പ്രാർത്ഥിക്കുന്നവരാണോ നമ്മൾ? ഒരുപാട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടും ഏറെ ക്ലേശിച്ച് നന്മ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ചില നേരങ്ങളിൽ തോറ്റുപോകുന്നത്? ദൈവം പോലും നമ്മെ കൈവിട്ട് കളയുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയിൽ വിജയം മാത്രമല്ല, പരാജയവുമുണ്ട്. സമൃദ്ധിക്കും സന്തോഷത്തിനും പഠിപ്പിക്കാനാവാത്ത ചില പാഠങ്ങൾ കഷ്ടതയും ദുഃഖവും പഠിപ്പിക്കും. പക്ഷെ ഒന്നുറപ്പാണ്, പരാജയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഒന്ന് കണ്ണടച്ചിട്ട് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട 10 പേരെ ഓർക്കാമോ? ദൈവം ചോദിച്ചു. വളരെ ക്ലേശിച്ച് എൻ്റെ പ്രിയങ്ങളെ 10 പേരിൽ ഒതുക്കിയിട്ട് ഞാൻ കണ്ണു തുറന്നു. പെട്ടെന്ന് ദൈവം ആകാംക്ഷയോടെ ചോദിച്ചു, അതിൽ എൻ്റെ പേരുണ്ടായിരുന്നോ? ഞാൻ മുഖം കുനിച്ചു. കാരണം എൻ്റെ ലിസ്റ്റിൽ ദൈവം എന്ന പേരുണ്ടായിരുന്നില്ല. നിങ്ങളുടെ പട്ടികയിൽ ആ പേരുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നാൽ അനുഗ്രഹങ്ങളുടെ അവകാശിയാവുന്നു എന്നല്ല, ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുന്നുവെന്നാണ്. ദൈവം സ്നേഹിക്കും പോലെ, ക്ഷമിക്കും പോലെ ജീവിക്കാൻ ശ്രമിക്കലാണത്. അങ്ങനെയാണ് ഒരു വിശ്വാസി മഹിമയുള്ള ഒരാളാവുന്നത്. അനുഗ്രഹം കിട്ടാനായി ദൈവമെന്ന പേരിൻ്റെ പിന്നാലെ പോകുന്നയാളല്ല, ദൈവമെന്ന മഹാമൂല്യത്തെ ജീവിക്കാൻ ധൈര്യമുള്ളയാൾക്കുള്ള വിശേഷണമാണത്. ആരായിരിക്കും ദൈവത്തെ കണ്ടെത്തിയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യരായിരിക്കും എന്ന് തോന്നുന്നു. എന്നെ ആർക്കും വേണ്ട എന്ന് ഭാരപ്പെടുന്ന ചില നേരങ്ങളുണ്ട് നമുക്കൊക്കെയും. അപ്പോൾ മാത്രം അർത്ഥം വെളിപ്പെട്ട് കിട്ടുന്ന പദമാണ് ദൈവം. എപ്പോഴും കൂടെയുള്ള ഒരു സാന്നിധ്യത്തിൻ്റെ പേരാണത്. പ്രാർത്ഥന എന്നാൽ ശരിക്കും അതാണ്. ഞാൻ തനിച്ചല്ലെന്ന്, കൂടെ അവനുണ്ടെന്ന് തിരിച്ചറിയുന്ന നേരം. ദൈവമില്ല എന്നൊക്കെ തർക്കിക്കാം. പക്ഷേ വല്ലാതെ അങ്ങ് വീണുപോകുന്ന നേരങ്ങളിൽ പഴയ നൈർമല്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും ഒരിക്കലുണ്ടായിരുന്ന നിഷ്കളങ്കതയിലേക്ക് തിരികെ പോകാൻ ക്ഷണിക്കുകയും ചെയ്യുന്ന വളരെ പതിഞ്ഞ ഒരു വിളി ഇന്നുവരെ കേട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് നഷ്ടമായ ശുദ്ധികളിലേക്കും എന്നെ കൊതിപ്പിക്കുന്ന വിശുദ്ധിയിലേക്കും വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്വരത്തിൻ്റെ പേരാണ് ദൈവം.
ലവ് ഈസ് ഇനഫ് എന്ന് കരുതുന്ന മനുഷ്യരുണ്ട്. ദൈവം സ്നേഹമാണെന്നും സ്നേഹത്തിലൂടെ നമുക്കും ദൈവമായി മാറാമെന്നും അവർ വിശ്വസിക്കുന്നു. അത് തീർത്തും ശരിയാണ്. പക്ഷേ സ്നേഹമെന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് പഠിക്കണം എന്ന് മാത്രം. സ്നേഹമേ, നിന്റെ ആഴങ്ങളിലേക്ക് എന്നെ കൈപിടിച്ചാനയിക്കുക. ദൈവമാകാനുള്ള വഴി എന്നെ പഠിപ്പിക്കുക. സ്തുതിയായിരിക്കട്ടെ.